ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ടിയ കുട്ടി, ആ പേരിലുള്ള കുട്ടി പോലെ തന്നെ ഒരു കിഡ്സ് ഇൻഫ്ലുവൻസറാണ്. കേരളത്തിൽ സത്യം പറഞ്ഞാൽ കിഡ്സ് ഇൻഫ്ലുവൻസേഴ്സ് വളരെ കുറവാണ് കേട്ടോ. കുട്ടികൾ ഒരു ചാനലിൻ്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ ആവുന്ന ഒരു രീതിയാണ് കിഡ്സ് ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ കിഡ്സ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. ആ ചാനലിൻ്റെ കൂടുതൽ വ്യൂവേഴ്സ് കുട്ടികൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ടിയക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടിയക്കുട്ടിയുടെ ചാനൽ വളരെ കളർഫുള്ളാണ്. അവളും അവളുടെ അനിയനും കൂടിയിട്ടുള്ള ഫാമിലി മൊമെൻറ്റ്സ്, അവരുടെ സ്കൂൾ ഗോയിങ് ഡെയിലി റുട്ടീൻ, അതുപോലെ അവരുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്, അവരുടെ എല്ലാ കുഞ്ഞു കുഞ്ഞു ഷോർട്ടുകളും വീഡിയോകളും ഉൾപ്പെടുന്നതാണ്. അപ്പൊ നമുക്ക് അവരുടെ ഷോർട്ട് ഒന്ന് കണ്ടുവരാം കേട്ടോ. അമ്മ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാം. പിന്നെന്താ, സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാലോ. അമ്മ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എനിക്കൊരു പെൻസിൽ ബോക്സ് വാങ്ങി തരും. എല്ലാം പഴയതാ. ഒരു മിനിറ്റ് കേട്ടോ, ബോക്സ് ഇല്ല, ഞാനൊരു സാധനം കൊണ്ടുവരാം. ഇത്രയും ബോക്സ് ഉണ്ട് ടിയ, ഇനി നിനക്ക് പുതിയ ബോക്സ് വേണല്ലേ? എന്റെ മെമ്മറീസും ബോക്സ് കളക്ഷനാ, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈടാ, ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരെണ്ണം കൊണ്ടുപോയാൽ മതി സ്കൂളിൽ കേട്ടോ. എന്നാ അമ്മ എനിക്കൊരു പാക്കറ്റ് പെൻസിലും ഇറേസറും വാങ്ങി തരുമോ? ഞാൻ ഇപ്പൊ വരാട്ടോ. ശരി. ടിയ, ഇത്രയും പെൻസിലും പെന്നും ഉണ്ട്, ഇനിയും നിനക്ക് വേണോ? അമ്മ ഇതൊക്കെ ഞാൻ തായ്ലൻഡിൽ നിന്ന് ദുബായിൽ നിന്ന് വാങ്ങിയത്, ഇതൊക്കെ എന്റെ മെമ്മറീസാ. ഇതിപ്പോ കുറെ മെമ്മറീസ് ഉണ്ട്, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ കൊണ്ടുപോയാൽ മതി. ആദ്യം നീ ഇപ്പൊ ഷോപ്പിങ്ങിന് പോകാൻ റെഡിയാവും. വേണ്ടടാ, ഈ ബോക്സ് ഇല്ല വേണ്ട വേണ്ട, അത്രയും ബോക്സ് ഉണ്ടല്ലോ. നോക്കി എത്ര വെറൈറ്റി കളക്ഷൻസ് ആണ്. അമ്മ ഇത് വാങ്ങിക്കട്ടെ. ഇല്ല ടിയ, പിണക്കത്തിലാണോ? ഈ ബാഗ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ഒന്ന് ഓപ്പൺ ചെയ്യാം, ഒന്ന് ഓപ്പൺ ചെയ്യാം. കുട്ടി നന്നായി സൂക്ഷിക്കുന്നില്ലേ? അതുകൊണ്ടാണ്. ഇനി വേണം പറയരുത് കേട്ടോ. ഈ ഷോർട്ടിൽ പ്രധാനമായിട്ട് ടിയക്കുട്ടി ഒരു പുതിയ ബോക്സ് വേണമെന്ന് പറയണു. ആ കുട്ടിയുടെ അമ്മ, ആ കുട്ടിയുടെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമായിട്ട് ആ കുട്ടി ഒരുപാട് ബോക്സ് വാങ്ങി കൂട്ടിയത് പറയുന്നു. പെൻസിലും ഷാർപ്നറും വേണമെന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും ആ കുട്ടി ഷോപ്പ് ചെയ്തു എന്ന് ആ കുട്ടി ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ബാഗ് നിറയെ പെൻസിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കുട്ടികൾ ഇത്രയും ആകാംക്ഷയോട് കൂടി നോക്കി കാണാൻ കാരണം. ഒരുപാട് കളക്ഷൻസാണ്. ബാഗാണെങ്കിൽ ഒരുപാട്, പെൻസിലാണെങ്കിൽ ഒരുപാട്. അവർ ഷോപ്പ് ചെയ്യുന്നവരാണ്, ടൂറ് പോകുന്നവരാണ് വേറെ രാജ്യങ്ങളിലേക്കൊക്കെ. അപ്പോൾ അവരുടെ ആ ലൈഫ് സ്റ്റൈല് എന്ന് പറയുന്നത് ശരിക്കും ഒരു കളർഫുൾ സിനിമ പോലെയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഒരു കൗതുകമാണ് അല്ലേ. അപ്പോൾ കുട്ടികളായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് ഒരു 90% എന്നിരിക്കെ. സോ ഈ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് വീഡിയോ അവർ ചെയ്യേണ്ടായി. അതിൽ ആ ടിയക്കുട്ടിക്ക് 2-3 ബാഗുകൾ, ഒരു എക്സ്ട്രാ ബാഗ് വേണം. സാധാരണ ബാഗ് പോലെ വേണ്ട, അതിൽ കുട്ടിക്ക് ഒരു എക്സ്ട്രാ ബാഗ് വേണം. അതുപോലെ ടിയക്കുട്ടിയുടെ അനിയന് പിന്നെ 1-2 നമ്മൾ ടിഫിൻ ക്യാരി ബാഗ്സ്, ബോക്സുകൾ, ഒരുപാട് സ്റ്റിക്കേഴ്സ്. അതായത് സ്റ്റിക്കേഴ്സൊക്കെ എന്തിനാണെന്ന് ആ കുട്ടി തന്നെ അറിയില്ല എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പോഷായിട്ടുള്ള, ലാവിഷായിട്ടുള്ള അവരുടെ ആ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ നമുക്കൊന്ന് കണ്ടു. അപ്പൊ ആദ്യം ടീക്കുട്ടിയുടെ ബാഗാണ്. ഒരു മിനിറ്റ് ഇട മുന്ന. ഓക്കെ, ഈ ഒരു ബാഗ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ എന്തൊക്കെയാ സാധനങ്ങൾ വരുന്നത്? ഓക്കെ, നല്ല സ്പേഷ്യസ് ആണ്. എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ ടീക്കുട്ടി ലഞ്ച് കിറ്റ് കൊണ്ടുപോകാൻ ചാൻസ് കുറവാ. അപ്പൊ ഓക്കെ ഓക്കെ, അങ്ങനെ 2 ലഞ്ച് കിറ്റ് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മമ്മയുടെ സ്പെഷ്യലാണ്. ഏതാ? എവിടെ ഉണ്ടായിരുന്നു റെയിൻബോ? ഓ, നീ റെയിൻബോയെ കണ്ടിട്ടില്ലേ? ഞാൻ ആ റെയിൻബോ കണ്ടിട്ടാ എടുത്തേ. ഈ ഒരു കിറ്റ് ശരിക്കും ഓപ്പൺ ആക്കിയടാ. ഇത് എന്റെ ഫേവറേറ്റാ. ഇത് എന്റെ ഫേവറേറ്റ് സാധനം. ഇത് എനിക്ക് യൂസ് ചെയ്യാനുള്ളതാട്ടോ. നല്ല രസം എന്ന് മാത്രമല്ല, ഭയങ്കര കളറാ. അപ്പൊ ഇത് എനിക്ക് യൂസ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു ബാഗാണിത്. ലഞ്ച് ബോക്സ് ആണ്, സെയിം ആയിട്ടുള്ള ലഞ്ച് ബോക്സ് ആട്ടോ. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 750 ആട്ടോ ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇതൊന്ന് ഓപ്പൺ ആക്കിയടാ, ഓപ്പൺ ആക്കി. എനിക്ക് ഇതുപോലത്തെ ലഞ്ച് ബോക്സ് ആണ് എനിക്കിഷ്ടം, കാരണം പാർട്ടീഷൻ ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടുള്ളത്. 2 പേർക്കും സെയിം ബ്രാൻഡ് തന്നെയാണ്. ഇത് നമുക്ക് എന്താ പറയാ, ഇട്ടിട്ട് എടുത്തു വെക്കാം. ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ സ്കൂൾ തുറക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എജുമാർട്ടിൽ പോയ സമയത്ത് ഓൾമോസ്റ്റ് ബാക്ക് ടു സ്കൂൾ കഴിഞ്ഞിട്ടായിരുന്നു കുറച്ച് പോയത്. അപ്പൊ നമുക്ക് പലതും സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇനി വീഡിയോ ഇത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ പോവാൻ നോക്കുക കേട്ടോ. അടുത്തത് ഒരു സെക്കൻഡ് എടാ. ഇത് ഓക്കെ, ഫൈൻ. അടുത്തത് നമ്മൾ സ്റ്റേഷനറീസ് ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് അത്ര വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, 3 ഓക്കെ, ബുക്സ് വാങ്ങിയിട്ടുണ്ട്. ഫെവിക്കോൾ വാങ്ങിയതാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നീ വാങ്ങിയത് എവിടെ? പിങ്ക് എടുത്തു വെച്ചോ?
ടീയുടെ റൂമിൽ തന്നെ അത് എടുത്തു വെച്ചു എന്നാ തോന്നണേ. അന്നോ സാധാരണ കുട്ടികൾക്ക് അപ്രാപ്യമാവുന്ന രീതിയിൽ റബ്ബറിന്റെ തന്നെ പ്രത്യേകമായ കളക്ഷൻ, പലതരം ആകൃതിയിലുള്ള റബ്ബറുകൾ, സ്റ്റിക്കേഴ്സ്, കൂടുതൽ ബുക്കുകൾ, കൂടുതൽ ബാഗുകൾ, അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാമാങ്കം തന്നെ. ശരിക്കും പറഞ്ഞാൽ ടീക്കുട്ടി ഈ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് എന്നൊക്കെയുള്ള കാരണത്തിലൂടെയാണ് ആ കുട്ടിയുടെ വീഡിയോ റിവ്യൂ ചെയ്യുന്നത് കേട്ടോ. പല കുട്ടികളും ഇത് കണ്ടിട്ട് വീട്ടിൽ കരയാണത്രേ. ടീക്കുട്ടിയുടെ പോലെ ബാഗ് വേണം, ടീക്കുട്ടിയുടെ പോലെ ഇത് വേണം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പാരൻസ്, ഒരു പാരൻ്റ്, അതായത് ഒരു അമ്മ പറയുന്ന ഒരു വോയിസ് ഉണ്ട്. അതായത് ഇത് കാരണം വീട്ടിലിരിക്കാൻ നിവൃത്തിയില്ല, കുട്ടികൾ എനിക്ക് ടീക്കുട്ടി വാങ്ങിച്ച അത് വേണം, ടീക്കുട്ടി വാങ്ങിച്ച ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കരയുകയാണെന്നാണ് ബാലിശമായിട്ടുള്ള അവരുടെ വാദം. ഫർദറായിട്ട് ടീക്കുട്ടി ഒരു പ്രൊമോഷൻ കൂടി അതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സ്നാക്ക് ബാഗിൻ്റെ പ്രൊമോഷൻ. ആ സ്നാക്ക് ബാഗിൽ ഒരു ടോയ് ഉൾപ്പെടെ ഒരുപാട് സ്നാക്സ്. അപ്പോൾ അതും കൂടി നമുക്കത് കണ്ടിട്ട് വരാം. ഇത് ആനിമേ പോലെ ഇല്ലേ? ഇത് ആനിമയാണ്, ഇതോ ഒരു ആനിമ. ഓ, അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പൊ അത്രേ ഉള്ളൂ. ലട്ടിയ, നമുക്കപ്പോ ഇനി ഒരു സാധനം കൂടി അൺബോക്സ് ചെയ്യാം അല്ലെ? കേക്ക്സും ഒരു സ്പെഷ്യൽ സാധനം. ഓക്കെ, നമ്മൾ അൺബോക്സ് ചെയ്ത് ടയർഡായിരിക്കുമ്പോഴാണ് നമുക്കൊരു ടെഡി മിസ്റ്ററി ബോക്സ് വന്നിട്ടുള്ളത്. ഇതിനുള്ളിൽ എന്തായിരിക്കും ഗൈസ്? എന്തായാലും ഒരു ബിസ്ക്കറ്റ്സ് ഇല്ലെങ്കിൽ കേക്ക്സ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ടെഡി ആയിരിക്കോ? 2, 1, ഹിയർ വി ഗോ. എന്റെ പൊന്നെ, അപ്പൊ ഇതിനകത്ത് കുറേ ടെഡിയുടെ വാനില കേക്ക്സ് ഒക്കെയാണ് കേട്ടോ. അത് നമുക്ക് അപ്പൊ അതൊക്കെ എങ്ങനെയാ ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇതിനുള്ളൊരു വാട്ടർ ബോട്ടിൽ സിപ്പർ ഉണ്ട്. ബാക്കി വീഡിയോസ് ഒക്കെ നമുക്ക് വഴിയായിട്ട് കാണാം കേട്ടോ. ഇതിനകത്തുനിന്ന് കുറേ സർപ്രൈസ് സാധനങ്ങൾ, സർപ്രൈസ് സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കേക്ക്സ് ഐറ്റംസ് ആട്ടോ. ഇത് അടിപൊളി സാധനമാണ് ഈ ടെഡിയുടെ. അപ്പോൾ നിങ്ങൾ മാർജിൻ ഫ്രീയിലോ ഇല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ബൈ ചെയ്യാം കേട്ടോ. നമുക്ക് ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം, കാരണം ഞങ്ങളും ഫസ്റ്റ് ടൈം അത് കഴിക്കുന്നില്ല ടിയ. യെസ്, ഓക്കെ, കറക്റ്റ് ആക്കാനുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽസ് ഉണ്ട് ഗൈസ്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് വന്നിരിക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. ഇത് ഒരു കുട്ടി ബുക്കാണ്. പിന്നെ ഒരു സ്പിന്നർ ഉണ്ട്, കീ ചെയിൻ ഉണ്ട്, പിന്നെ ഒരു അടിപൊളി തൊപ്പി വന്നിട്ടുണ്ട്, ടോപ്പ് അടക്കം ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിൽ ഉണ്ട്, പിന്നെ കളറിംഗ് ബുക്സ് ഉണ്ട്, പിന്നെന്താ ഡിഫറെന്റ് ടൈപ്സ്. ഇത് സോഫ്റ്റ് വാനില, എല്ലാം സോഫ്റ്റ് വാനിലയാണോ പിന്നെ? ഇപ്പൊ കണ്ടല്ലോ. അപ്പോൾ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടും ആ കുട്ടി ആ ഷോപ്പിംഗ് വീഡിയോ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആ ചാനലിൽ വരുന്ന വീഡിയോകളൊക്കെ കളർഫുള്ളാണ്, ഒരുപാട് കുട്ടികൾ കാണുന്നു എന്ന് പറഞ്ഞു. ഇനി ഈ കിഡ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം ഷെയറിൻ്റെക്ക് എന്ന് പറഞ്ഞ രീതി നമ്മളുടെ പേളിമാണി, ദിയ ഒക്കെ ചെയ്യുന്നത് എന്താ, അവർ തീരെ പൊടി കുഞ്ഞുങ്ങൾ. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ സമ്മതമോ അറിവോ കൂടാതെ അവർ വീഡിയോ ചെയ്യുന്നുണ്ട് കുട്ടികളെ വെച്ച്. ശരിക്കും പറഞ്ഞാൽ പേളിമാണിയുടെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും ആളുകൾ തരുന്നത് പേളിമാണിയുടെ 2 കുട്ടികളുടെ സംസാരവും അവരുടെ ഭക്ഷണ രീതി അതൊക്കെയാണ്. ഇനിയിപ്പോൾ ദിയാകൃഷ്ണ ആയാലും, ദിയാകൃഷ്ണയുടെ മോൻ ഒരു ക്യൂട്ട്നെസ്സിൻ്റെ ഒരു ഓവർലോഡിങ് കിഡാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫേസ് കാണാനാണ് ശരിക്കും അവരുടെ വീഡിയോ. അപ്പോൾ തങ്ങളുടെ വീഡിയോൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തങ്ങളുടെ കുട്ടികളാകുമ്പോൾ അവർ ഈ വ്ളോഗിങ്ങിൽ നിന്ന് ശരിക്കും പറഞ്ഞ ഒരു ഷെയറിംഗ് വ്ളോഗിങ് എന്നുള്ള ആ ഒരു സ്റ്റൈലിലേക്ക്, ഷെയറിംഗ് എന്ന് പറയുമ്പോൾ പാരൻറ്റിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷോ ദെയർ ചൈൽഡ്സ് സ്പെഷ്യൽ മൊമെൻറ്റ്സ്, അതാണ് ശരിക്കും ഷെയറിംഗ്. കുട്ടികളുടെ സ്വകാര്യ നിമിഷങ്ങൾ, അവരുടെ പാരൻറ്റിങ്ങിൻ്റെ ആ കുട്ടികളെ കൊഞ്ചിക്കുന്നത്, കുട്ടികളുടെ സംസാരം, ഒരു കുഞ്ഞ് ആദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നത്, മമ്മാന്ന് വിളിക്കാൻ ശ്രമിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ക്യൂട്ട് മൊമെൻറ്റ്സ് അതിൽ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഷെയറിങ്ങിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കിയ ഒരാളാണ് പേളിമാണി എന്ന് പറയുന്നത്. അത് കുട്ടി ഒരു വലിയ തെറ്റ് ചെയ്ത പോലെയാണ്. ഒരുപാട് റിവ്യൂ ഞാൻ അതിനൊക്കെ പറ്റി കണ്ടു. അതായത് ഈ കുട്ടി ഇത്രയും ബാഗുകളും ഇത്രയും കളക്ഷൻസൊക്കെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ ചാനൽ കാണുന്ന കുട്ടികൾ വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഈ കുട്ടികളെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടികൾ, റബ്ബറിനും പെൻസിലിനുമായിട്ട് കരയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏജ് മിക്കവാറും ഒരു 10 വയസ്സിന് താഴെയായിരിക്കും. ഒരു 12 വയസ്സ് 13 വയസ്സൊക്കെയുള്ള കുട്ടികൾ, ഒരു 6-ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലായവരൊന്നും ഇതിന് മെനക്കെടില്ല.
അവർക്കറിയാം ഇത് ഇങ്ങനത്തെ റബ്ബറുണ്ട് പെൻസിലുണ്ട് എന്നൊക്കെ. അപ്പോൾ ഈ 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ഇതിനു വേണ്ടി കരയുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു അബദ്ധം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ പാരൻസൊക്കെ 299 രൂപയുടെ എക്സ്ട്രാ നെറ്റ് ചാർജൊക്കെ കൊണ്ട് ഈ കുട്ടികളുടെ മുമ്പിലേക്ക് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ മാധ്യമം തുറന്ന് കാണിച്ച് അതിൽ ടീയക്കുട്ടി എന്ന് പറഞ്ഞ ആ വീഡിയോയുടെ സെർച്ച് നടത്തിയിട്ടാണല്ലോ ഈ കുട്ടികളുടെ മുമ്പിലേക്ക് നമ്മൾ ഈ ടീയക്കുട്ടിയുടെ വീഡിയോ കാണുന്നത്. ആ വീഡിയോ കണ്ടിട്ട് കുട്ടികൾ ബാലിശമായിട്ട് അത് വേണം ഇത് വേണം ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു എന്നാണ് പരാതി. കുട്ടികളുടെ തൊട്ടടുത്തേക്ക് ടീയക്കുട്ടി വരുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് ടീയക്കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മൊത്തം വന്ന് ഇതേ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണണം, അല്ലെങ്കിൽ ഇത് അവളുടെ ബാഗും ഷോപ്പിങ്ങും ഒക്കെ ഇതെങ്ങനെയാണ് എന്നൊന്നും അവർ കാണിക്കുന്നില്ല. അവർ ഒരു യൂട്യൂബ് എന്നുള്ള മീഡിയയിൽ കൂടെയാണ് അത് പ്രസൻറ്റ് ചെയ്യണത്. അത് പ്രസൻറ്റ് ചെയ്യുന്ന അവരുടെ വീഡിയോ, ആ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ആ ഒരു വിനോദോപാധി എന്നുള്ള ആ സെൻസിൽ എടുക്കുന്ന ഒരുപാട് കുട്ടി പ്രേക്ഷകർ അവർക്കുണ്ട്. അവർക്കതൊക്കെ കാണുമ്പോൾ കുറച്ച് നേരത്തേക്കായാലും ആ കുട്ടികൾക്ക് ഭയങ്കര ടൈം പാസിങ് ആണ്, കൗതുകമാണ്. ഇപ്പം നമ്മൾ വലിയവരായ പോലെ റബ്ബർ, ബാഗ്, പെൻസിൽ ഒക്കെ ഒന്നിങ്ങനെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു എൻ്റർടൈനിങ് മോഡിൽ അത് എടുത്താൽ മതി. വളരെ സീരിയസ് ആയിട്ട് ഒരു അമ്മ പറയുന്ന വീഡിയോ ഉണ്ട്, എൻ്റെ മകൾ എനിക്ക് ഇരിക്കാൻ സ്വയം തരുന്നില്ല, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഇത് ഈ ചാനൽ നിർത്തണം, ഈ ചാനൽ ഇങ്ങനെ അനുവദിക്കരുത്. ടീയക്കുട്ടിയുടെ ചാനൽ എന്ന് പറഞ്ഞാൽ അവരുടെ പാരൻസിൻ്റെ ഒരു കൺസെൻ്റാണ്. ഞങ്ങളുടെ കുട്ടികളുടെ പ്രൈവസി ഇത്തിരി പുറത്ത് വന്നോട്ടെ, അതിലൂടെ അവർക്ക് കിട്ടുന്ന വരുമാനം നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അവളുടെ ഓരോ ഷോർട്ടും വലിയ വീഡിയോ അടക്കം മില്യൺസ് ഓഫ് വ്യൂ ഉണ്ട്, ലാക്സ് ഓഫ് വ്യൂ ഉണ്ട്. അപ്പോൾ 10,000 ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് വ്യൂ ഉള്ള ആ കുട്ടി, ആ ഫാമിലിയുടെ ഒരു ഇൻകം സോഴ്സും കൂടിയാണ്, അത് മനസ്സിലാക്കണം. ഈ പാരൻസ് അടക്കം അല്ലെങ്കിൽ ഗ്രാൻഡ്മ അടക്കം അവരുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരതിൽ പെർഫോം ചെയ്ത് ആ ചാനൽ യൂട്യൂബിലൂടെ അവർ MB കളഞ്ഞ് അപ്ലോഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ അത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സ്ട്രെയിൻ അനുസരിച്ച് അവർക്ക് അതിന് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ കിഡ്സ് ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് അവരുടെ തന്നെ ഭാവിക്ക് വേണ്ടി നല്ല ഒരു തുക അവർക്ക് മാറ്റിവെക്കാം. മില്യൺസ് ഓഫ് വ്യൂ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ലക്ഷങ്ങൾ എന്തായാലും മന്ത്ലി ഇൻകം ഉണ്ടാവും. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും സംബന്ധിച്ചിടത്തോളം മക്കൾ 2 പേരെ അവരുടെ എഡ്യൂക്കേഷനും അവരുടെ മറ്റു കാര്യങ്ങളിലും ഒക്കെ പോകുമ്പോൾ അതൊക്കെ പിടിച്ച് ഇങ്ങനെ വീഡിയോ ആക്കി വിടുന്നു. അതവർക്കൊരു ഇൻകം സോഴ്സായി മാറുന്നു. അത് ഈ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാം. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്. ഇനി അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഈ കിഡ്സ് ഇൻഫ്ലുവൻസിങ്ങിൻ്റെ ഒരു ചെറിയൊരു ബാഡ് സൈഡും കൂടി ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കിഡ്സിന് എപ്പോൾ നോക്കിയാലും ഇവർ ഈ വീഡിയോ ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഇനി അവർ അഭിനയിക്കുന്നത് വീഡിയോ ലൈഫിന് വേണ്ടിയാണ്. ചില സമയത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. റിയൽ ലൈഫും വീഡിയോ ലൈഫും കൂടിയിട്ട് അവർക്ക് ചിലപ്പോൾ അസ്വസ്ഥതയുണ്ടാവാം. എഡ്യൂക്കേഷനും ഈ മീഡിയയും കൂടിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ റിയാലിറ്റി ആയിട്ട് അവരുടെ ക്ലാസ്മേറ്റ്സിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇങ്ങനെ വീഡിയോ എങ്ങനെയാണ് നിങ്ങളിതൊക്കെ ചെയ്യണേ, അങ്ങനെ എങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ കുട്ടികളുടെ പ്രൈവസിയെ ബാധിക്കാം. അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഉത്തരവാദിത്വവും ഞങ്ങൾ ഏറ്റുകൊള്ളാം, ഞങ്ങൾക്കിതൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിക്കാണ് അച്ഛനും അമ്മയും അത് മകളുടെ ഒരു വീഡിയോ ആ കുട്ടിയുടെ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. അവൾ ഒന്നിലധികം ബാഗുകൾ എടുക്കുന്നു, ഒന്നിലധികം പെൻസിൽ, ഒന്നിലധികം സ്റ്റിക്കർ, ഇതൊക്കെ നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഒന്നാമത് ഈ 299 രൂപയ്ക്ക് ചാർജ് ചെയ്ത് ഈ കുട്ടികളുടെ വായിലേക്ക് ഇത് കൊണ്ടുപോകണത് അത് നമ്മുടെ ചോയ്സാണ്. നമ്മുടെ കുട്ടിയെ ഇത് കാണിക്കണോ കാണിക്കണ്ടേ എന്നുള്ളത് ആ പാരൻറ്റിൻ്റെ വോയിസിനോട് ഒട്ടും യോജിക്കാൻ വയ്യ. ഇനി ടീയക്കുട്ടിയുടെ ആ ബോക്സ് ചോദിക്കുമ്പോൾ ടീയക്കുട്ടിയുടെ അമ്മ ഒരുപാട് ബോക്സുകൾ കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും പഴയ ബാഗുകളൊക്കെ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. കാരണം ആ കുട്ടിയുടെ സാധനങ്ങൾ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന ആളാണ്. ഇപ്പോൾ ടിഫിൻ ബോക്സ് ആയാലും റബ്ബർ ആയാലും സ്റ്റിക്കേഴ്സ് ആയാലും ആ കുട്ടിയുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്ന് പറയണത് ആ കുട്ടി നന്നായി കെയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു മെസ്സേജ് കാണാൻ ആർക്കും പറ്റുന്നില്ല. അങ്ങനെയുള്ള നല്ല മെസ്സേജസും ഉണ്ട്. അവരുടെ കയ്യിൽ ഒരുപാട് പഴയ സാധനങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും അത് നശിപ്പിച്ച് കളയുന്നതിന് പകരം ആ കുട്ടിയുടെ പഴയ ബോക്സുകളാണ് ആ അമ്മ കൊണ്ടുവന്ന് ചൊരിഞ്ഞത്. ഒരുപാട് പെൻസിലുകൾ. അപ്പോൾ സ്വന്തം സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ള നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഒരുപാട് നല്ല മെസ്സേജസും ആ കുട്ടിയുടെ വീഡിയോയിലുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ബാലിശമായിട്ട് കരയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം
ആ അമ്മ അങ്ങനെയുള്ള ചൈൽഡിഷ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ വീഡിയോ അവർക്ക് ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ബെറ്റർ. ടിയക്കുട്ടി ചാനൽ നിർത്തണം, ടിയക്കുട്ടി ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചിട്ടൊന്നും ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. കിഡ്സ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരുപാട് ഇപ്പോൾ ആയു പിഷു എന്നൊക്കെ പറയുന്ന ആ ട്വിൻസിൻ്റെ ചാനലുകളിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് അവരുടെ ആ ഡെയിലി റുട്ടീൻ, സ്കൂൾ ഷോപ്പിംഗ്, ബാക്ക് ടു സ്കൂൾ, അതല്ലെങ്കിൽ അവരുടെ ഗെയിമുകൾ, അവർ പോകുന്ന സ്ഥലങ്ങൾ, അവരുടെ ഹോളിഡേ ട്രിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും ഷെയർ ചെയ്യണത്. ഇതൊക്കെ എല്ലാവർക്കും സാധ്യമായി വരില്ല. ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ആ ചെറിയ കുട്ടി ആ വീടിന് കൊടുക്കുന്ന വരുമാനം കൂടി നമ്മൾ മറക്കരുത്. നമ്മുടെ കുട്ടികൾക്ക് അതിന് പറ്റുന്നില്ല. കാരണം അത്രയും സ്മാർട്ട്നെസ്സും അതിനുള്ള സാഹചര്യവും അങ്ങനൊരു വീഡിയോ പിടിച്ച് നമ്മൾക്ക് 24 hours കുട്ടിയുടെ പിന്നാലെ പായാനുള്ള സാമ്പത്തികവും നമുക്കില്ല. അത് ഉള്ളവർ അത് മാക്സിമം ഉപയോഗിക്കട്ടെ, അത് യൂട്യൂബ് ചാനലിലൂടെ വരട്ടെ, അത് വേണ്ടവർ കണ്ടാൽ മതി എന്നുള്ള ഒരു ചോയ്സ് നമ്മൾക്കുണ്ട്. നമ്മുടെ കുട്ടിക്ക് അത് നെറ്റ് ചാർജ് ചെയ്ത് കൊടുക്കാതെ ഫോണിൽ നെറ്റില്ല എന്നൊരു കാരണം പറഞ്ഞ് ഇതൊക്കെ കാണാതിരിക്കാം. പിന്നെ ചെറിയ ഡ്രോബാക്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈഫും റിയൽ ലൈഫും പോകെ കുട്ടികൾ വലുതാവും. അവരുടെ ആ ഹോർമോണൽ ചേഞ്ചസിനനുസരിച്ചൊക്കെ ഈ ചാനൽ ഒരുപാട് നാൾ നിലനിൽക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടി വലുതാവുമ്പോൾ തീർച്ചയായിട്ടും പാരൻസ് ആ ചാനൽ വേണ്ടാന്നിരിക്കും. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.